ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൻ സ്റ്റൈല് മുട്ട റോസ്റ്റാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടാൻ ഈ മുട്ട റോസ്റ്റാണ്. ആദ്യം ഒരു പാത്രം വെക്കുക. നല്ല ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി തൊലിയോടൊക്കെ കുത്തിയെടുത്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് കരിയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തുള്ളി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടിയാണ് വേണ്ടത്. അതിൻ്റെ അളവ് നിങ്ങൾ എത്ര മുട്ട എടുക്കണോ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഒരു 15 മുട്ട എടുത്തിക്കണേ. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള കൂട്ടാണ് ഉണ്ടാക്കുന്നത്. എത്രത്തോളം മുട്ട എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടായിക്കൊണ്ട് തീരെ കരിയാതെ നോക്കണം. ഈ മസാലയൊക്കെ നല്ല കരിയുന്നേക്കാൾ നല്ലത്. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്തെടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം എല്ലാവരും പറഞ്ഞിരുന്നു കേൾക്കുന്നില്ല എന്നൊക്കെ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കലെടുത്തിട്ട്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈല് കാടമുട്ട റെഡിയാക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ബൈ ബൈ.